ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം മഹത്വപ്പെടുമാറാകട്ടെ. ഈ വിലയേറിയ പ്രഭാതത്തെ ഓർത്ത് കർത്താവിനെ സ്തുതിക്കുന്നു. ഇന്ന് പകലും പ്രാർത്ഥനയോടെ ദൈവമുഖത്തേക്ക് നോക്കുവാൻ ഒരവസരം കൂടെ കർത്താവ് നമുക്ക് നൽകി തന്നിരിക്കുന്നു. ദൈവത്തിൻ്റെ വിശ്വസ്തത വലുതാണ്. ഈ രാവിലെയുള്ള ചിന്തയ്ക്ക് വേണ്ടി 18-ാം സങ്കീർത്തനം 29-ാം വാക്യം വായിക്കുന്നു. സങ്കീർത്തനങ്ങൾ 18-29. നിന്നാൽ ഞാൻ പടക്കൂട്ടത്തിൻ്റെ നേരെ പാഞ്ഞു ചെല്ലും, എൻ്റെ ദൈവത്താൽ ഞാൻ മതിൽ ചാടിക്കടക്കും. പ്രിയരെ, ഈ സുപരിചിതമായ സങ്കീർത്തന വാക്യത്തിലൂടെ ദൈവത്തിൻ്റെ ആത്മാവ് നമുക്ക് വേണ്ടി വലിയ കാര്യങ്ങളെ ഈ പ്രഭാതത്തിൽ ചെയ്യട്ടെ. ദൈവത്തിലൂടെ ഒരു മനുഷ്യന് സാധ്യമാകുന്ന അനുഗ്രഹിക്കപ്പെട്ട അനുഭവങ്ങളെ കുറിച്ചാണ് ഈ വാക്യത്തിനകത്ത് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ദൈവം അനുകൂലമായി ദൈവ സാന്നിധ്യത്തിൻ്റെ കീഴിൽ ദൈവത്തോട് ചേർന്ന് ജീവിക്കുവാൻ പറ്റുന്ന ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ ലഭിക്കുന്ന നന്മകൾ, അതാണ് ഈ വാക്യത്തിനകത്ത് എഴുതിയിരിക്കുന്നത്. എന്തോന്നാ? നിന്നാൽ ഞാൻ പടക്കൂട്ടത്തിൻ്റെ നേരെ പാഞ്ഞു ചെല്ലും. കഴിഞ്ഞ ദിവസങ്ങളിൽ പടക്കൂട്ടത്തെ കണ്ട് ശത്രുവിൻ്റെ ആക്രോശം കേട്ട് ശത്രുവിൻ്റെ കയ്യിലിരുന്ന ആയുധത്തിൻ്റെ ബലം കണ്ടിട്ട് ഭയപ്പെട്ട് പുറകിലോട്ട് മാറിയവരാണോ നിങ്ങൾ? തിരുവചനം എഴുതിയിരിക്കുന്നത്, 7-ാം താഴ്വരയിൽ നിന്ന് വെല്ലുവിളിക്കുന്ന ശത്രുവിനെ കണ്ട് രാജാവും രാജാവിൻ്റെ സൈന്യവും പുറകോട്ട് മാറുമ്പോൾ ദൈവത്തിൽ ആശ്രയിച്ച, ദൈവവുമായി ബന്ധമുണ്ടായിരുന്ന, ദൈവത്തിൻ്റെ ഹൃദയപ്രകാരം നടന്ന ദാവീദ് എന്ന ചെറിയ മനുഷ്യൻ ഗോലിയാത്തിന്റെ നേരെ പാഞ്ഞു ചെല്ലേണ്ടതിന് ബലം പ്രാപിച്ചു, ശക്തി പ്രാപിച്ചു, ദൈവത്തിൽ ആശ്രയിച്ചു. അവിടെ നിർത്തി ഞാനൊരു ആലോചന പറയാം. ആമേൻ. ഗോലിയാത്തിനെ പോലെ പ്രബലമായ ശത്രു തല ഉയർത്തി നിൽക്കുന്നു എങ്കിൽ ഇന്ന് രാവിലെ ദൈവമുഖത്തേക്ക് നോക്കിക്കിട്ട് പറ, പടക്കൂട്ടത്തിൻ്റെ നേരെ ആമേൻ തലകുമ്പിട്ടിരിക്കുമെന്നുള്ളതല്ല, പട ആയുധവുമായി എഴുന്നേറ്റ് വന്നാൽ ശത്രു ഒരുമിച്ച് കൂടി തകർത്ത് കളയുമെന്നും ഇല്ലാതാക്കുമെന്നും വെല്ലുവിളിച്ചാൽ അതിൻ്റെ മുൻപിൽ ഭീതിയോടെ മാറി നിൽക്കുകയും പിന്തിരിഞ്ഞോടുകയും അല്ല ചെയ്യുന്നത്. സങ്കീർത്തനക്കാരൻ പറയുന്നു, ഞാൻ പടക്കൂട്ടത്തിൻ്റെ നേരെ പാഞ്ഞു ചെല്ലും. ആമേൻ. ഈ ദിവസങ്ങളിൽ ശത്രുവിൻ്റെ നേരെ നിൽക്കുവാൻ, ശത്രുവിൻ്റെ നേരെ ചെല്ലുവാൻ കൈകൾക്ക് ബലവും കാലുകൾക്ക് ശക്തിയും ഹൃദയത്തിന് ഉറപ്പും പരിശുദ്ധാത്മാവ് നൽകി തരട്ടെ. ജീവിതയാത്രയിലുള്ള ശത്രു ആമേൻ ഏതോ മനുഷ്യരല്ല, പൈശാചിക ശക്തികളാണ്. മുൻപിലേക്ക് വിടത്തില്ല എന്ന് വെല്ലുവിളിച്ച് ആയുധവുമേന്തി നിൽക്കുന്ന പൈശാചിക ശക്തികളുടെ നേരെ പ്രാർത്ഥനയോടെ, ദൈവകൃപയോടെ, ദൈവത്തിൽ ആശ്രയിച്ച് മുൻപോട്ട് പോകുവാൻ ഈ പ്രഭാതത്തിൽ ദൈവാത്മാവ് നമ്മെ ബലപ്പെടുത്തട്ടെ. ഒരു ശത്രുവല്ല, ഒരു പടക്കൂട്ടമായി ശത്രു നിൽക്കുന്നെങ്കിൽ നഗ്നനേത്രങ്ങൾ കൊണ്ട് ഒരുപക്ഷെ അത് കാണുവാൻ കഴിയത്തില്ല. പക്ഷെ അതിൻ്റെ പീഡകളും പ്രതിസന്ധികളും പ്രതികൂലങ്ങളും ജീവിതത്തിൽ അനുഭവിച്ച് വേദനാജനകമായ അവസ്ഥയിലൂടെയാകാൻ കടന്നു പോകുന്നത്. എന്നാൽ ഇന്ന് പകൽ പരിശുദ്ധാത്മാവ് ചിലരോട് പറയുകയാം, ഒരു സീസൺ ദൈവം ആരംഭിക്കാനായി പോകുകയാം, ഒരു പുതിയ കാലം ദൈവം നൽകി തരാൻ പോകുകയാം. അത് ശത്രുവിന്റെ മുൻപിൽ തല താഴ്ത്തുന്ന ദിവസങ്ങളല്ല, ശത്രുവിന്റെ മുൻപിൽ ഭയപ്പെട്ട് പുറകിലോട്ട് മാറുന്ന ദിവസങ്ങളല്ല, ശത്രുവിന് നേരെ ആമേൻ പാഞ്ഞു ചെല്ലുവാൻ, ധൈര്യത്തോടെ ചെല്ലുവാൻ, ബലത്തോടെ ചെല്ലുവാൻ, ദൈവത്തിൽ ആശ്രയിച്ച് ചെല്ലുവാൻ ആമേൻ ഈ പ്രഭാതം പരിശുദ്ധാത്മാവ് ഒരുക്കുകയാണ്. ദൈവം അങ്ങനെ തന്നെ ചിലരുടെ ജീവിതത്തിൽ ചെയ്യട്ടെ. രണ്ടാമത്തെ കാര്യം, എൻ്റെ ദൈവത്താൽ ഞാൻ മതിൽ ചാടി കടക്കും.
ഇവിടെ എഴുതിയിരിക്കുന്ന മതില് സംരക്ഷണത്തിന്റെ മതിലല്ല. ഒരിക്കലും പുറത്തു വരുവാൻ അനുവദിക്കത്തില്ലെന്ന് പറഞ്ഞ്, ഒരിക്കലും വെളിച്ചം കാണാൻ അനുവദിക്കത്തില്ലെന്ന് പറഞ്ഞ്, സ്വാതന്ത്ര്യം തരത്തില്ലെന്ന് പറഞ്ഞ്, നന്മ പ്രാപിക്കുവാൻ വിടത്തില്ല എന്ന് പറഞ്ഞ്, ജീവിതയാത്രയിൽ തടസ്സങ്ങളെ ഉയർത്തിക്കൊണ്ട് നിൽക്കുന്ന ചില മതിലുകളും മതിൽ കെട്ടുകളും വൻ കോട്ടകളുമുണ്ട്. ഇന്ന് രാവിലെ ഈ വാക്യത്തിൽ ആശ്രയിച്ചു പറയാമോ, ചില മതിലുകളെ ചാടിക്കടക്കും. കഴിഞ്ഞ നാളുകളിൽ മതിലുകളുടെ മുൻപിൽ പരാജയപ്പെട്ട് കരഞ്ഞുകൊണ്ടിരുന്നെങ്കിൽ മതിലുകൾക്കകത്തൊരു വഴി തുറന്നു കിട്ടേണ്ടതിന്, ഒരു വിശാലത വരേണ്ടതിന് പ്രാർത്ഥിച്ചും ഉപവസിച്ചും കണ്ണുനീരൊഴുക്കിയും മുൻപിലോട്ട് കടന്നുപോയെങ്കിൽ പരിശുദ്ധാത്മാവി പ്രഭാതത്തിൽ ചിലരോട് ആലോചന പറയുകയാ, ശത്രുവിന്റെ ചില മതിലുകളെ, ദുഷ്ടന്റെ ചില മതിലുകളെ ഒതുക്കി തടഞ്ഞ് ആമേൻ വച്ചിരിക്കുന്ന ചില മതിലുകളെ ചാടിക്കടക്കേണ്ടതിന് പേടമാന് തുല്യമായ ബലം കാലുകൾക്ക് നൽകി തരുന്ന ദൈവത്തിന്റെ ആത്മാവിന്റെ വലിയ പ്രവൃത്തി വെളിപ്പെടുന്ന ദിവസങ്ങളായി തീരട്ടെ. മറക്കരുത്, മതിലുകൾക്കകത്ത് കുടുങ്ങിക്കിടക്കുവാനല്ല, മതിൽ കെട്ടുകൾക്കകത്ത് അവസാനിപ്പിക്കുവാനല്ല, ഒതുക്കി 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 നശിപ്പിക്കുവാനല്ല, അതിനകത്ത് മതിലുകളെ ചാടിക്കടക്കേണ്ടതിന് ഒരിക്കലും പുറത്തു വരുവാൻ അനുവദിക്കത്തില്ലെന്ന് പറഞ്ഞ് ആമേൻ അടുപ്പിച്ചടുപ്പിച്ചടുപ്പിച്ചടുപ്പിച്ചടുപ്പിച്ച് തകർത്ത് തരിപ്പണമാക്കി വെച്ചിരിക്കുന്ന ചില മതിൽ കെട്ടുകൾ ദൈവത്തിന്റെ കൃപയാൽ ചാടിക്കടക്കുവാനുള്ളൊരു ബലം, ആമേൻ തകർത്തെറിയുവാനുള്ളൊരു ശക്തി ഇന്ന് പകൽ പരിശുദ്ധാത്മാവ് നൽകി തരികയാ. പ്രിയരെ, രണ്ട് കാര്യങ്ങളാണ് ദൈവത്താൽ പ്രാർത്ഥിക്കുന്ന ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ സംഭവിക്കുന്നത്, ദൈവത്താൽ ആരാധിക്കുന്ന ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ സംഭവിക്കുന്നത്. ഒന്ന്, പടക്കൂട്ടത്തിന് നേരെ പാഞ്ഞു ചെല്ലുവാനുള്ളൊരു ബലം ലഭിക്കും. രണ്ട്, ഒതുക്കിയും തകർത്തുമിട്ടിരുന്ന മതിൽക്കെട്ടുകളെ ചാടിക്കടക്കുവാൻ അഥവാ ജയിക്കുവാനുള്ള അധികാരവും ശക്തിയും ലഭിക്കും. ഇന്ന് പകൽ ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിച്ചു കൊടുക്കാമോ? ഈ വചനത്തിന്റെ പ്രവൃത്തി നമ്മുടെ ജീവിതത്തിൽ വെളിപ്പെടണം, വചനത്തിന്റെ കൃപ വെളിപ്പെടണം, വചനത്തിന്റെ അത്ഭുതം കാണുവാനായി കഴിയണം. ദൈവത്തിന്റെ ആത്മാവ് പ്രവർത്തിക്കുന്ന അത്ഭുതകരമായ പ്രഭാതമായി തീരട്ടെ. ചേർന്ന് പ്രാർത്ഥിക്കാമോ ദൈവത്തോട്? പരിശുദ്ധ ദൈവമേ, സ്വർഗ്ഗസ്ഥ പിതാവേ, ഈ വിലയേറിയ പ്രഭാതത്തിനായി സ്തോത്രം. ഈ സന്ദേശം കേട്ടുകൊണ്ട് പ്രാർത്ഥിക്കുന്ന മുഴുവൻ പേരുടെ ജീവിതത്തിലും ആമേൻ ഹല്ലേലൂയ ദൈവപ്രവൃത്തി വെളിപ്പെടണം. നിന്നാൽ പടക്കൂട്ടത്തിന് നേരെ പാഞ്ഞു ചെല്ലുവാൻ, ചില മതിൽക്കെട്ടുകൾ ചാടിക്കടക്കുവാൻ കൃപ നൽകുന്നത് കൊണ്ട് സ്തോത്രം. ഇതൊരത്ഭുതത്തിന്റെ പകലായിരിക്കട്ടെ. അധികാരമുള്ള യേശുവിന്റെ നാമത്തിൽ പിതാവേ, ആമേൻ ആമേൻ. ഓക്കെ, ഗോഡ് ബ്ലസ് യു. ദൈവമായ കർത്താവ് എല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ആമേൻ ആമേൻ.